പ്രിയമുള്ളവരെ, കടലെണ്ണൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീരദേശത്ത് നേതാക്കളിൽ ഒരാളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതെൻ്റെ പ്രിയ എന്താ പറയുക സഹോദരൻ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു പദം. അത് മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് വരയ്ക്കും ഈ തന്ന സപ്പോർട്ട് അതിനെല്ലാം ഒരു എന്താ പറയുക ഒരു ഉറപ്പുണ്ടായിരുന്നു. എന്തു കാര്യവും വിളിച്ചു ചോദിക്കാനും എന്തും പറയാനും കടലിൻ്റെ സത്യങ്ങൾ അറിയുവാനും വേണ്ടി ഉള്ള യാത്രയിൽ ഞാൻ എന്നും വിളിക്കാറുള്ളത് ഒരേ ഒരാളാണ്. അതാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട അരുൾദാസ്, പിഴിഞ്ഞത്തിൻ്റെ പൊന്നോമന പുത്രൻ. ഒരുപാട് പേർക്ക് ഇന്നും അദ്ദേഹത്തെ മനസ്സിലാകാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്നെപ്പോലുള്ളവർക്ക് എന്നും അമൂല്യമാണ്. ആ അമൂല്യത്തെ ഒരിക്കലെങ്കിലും വേദിയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹം ഇന്ന് ഞാൻ പൂർണ്ണമാക്കാം. വിഴിഞ്ഞം കപ്പൽ വന്നു, അല്ലേ? കപ്പൽ വന്നു, വന്നുകൊണ്ട് ഇനിയും വന്നുകൊണ്ടിരിക്കും. തുടക്കം മാത്രം, അല്ലേ? ഇപ്പൊ ആഴത്തിന്റെ കാര്യത്തിലും ഒരു പൂർണ്ണത വന്നു, അല്ലേ? പൂർണ്ണത വന്നു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആഴത്തിന് വേണ്ടി ഇവിടെ മുൻപ് ഡ്രഡ്ജ് ചെയ്തിട്ടല്ലേ ഈ ആഴം ഉണ്ടാക്കിയത്? അതിനകത്ത് നാച്ചുറലി ഉണ്ടായിരുന്നു. ഡ്രഡ്ജിങ് കുറഞ്ഞ ഡ്രഡ്ജിങ് നടന്നിട്ടുള്ളൂ. പാരമ്പര്യമായി തന്നെ അതിനകത്ത് ഒരു 16-20 കിലോമീറ്റർ താഴ്ച ഉണ്ട്. അതിന് കുറച്ചുകൂടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് കുറച്ച് മണലൊക്കെ എടുത്ത് മാറ്റി ലെവൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പൊ ഇത് എത്രാമത്തെ കപ്പലാണ് ഇവിടെ വന്നിരിക്കുന്നത്? എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇതൊരു 1 മാസത്തിനകത്ത് തന്നെ ഇപ്പൊ ഒരു 5ാമത്തെ കപ്പലാണ്. 5ാമത്തെ കപ്പലാണ്. അപ്പൊ ഞാൻ ഇന്ന് അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ വികസനങ്ങളുടെ ഭാഗമായിട്ട് എത്രത്തോളം പങ്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പൊ ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും? ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ചെറിയ ചലനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചതേ ഉള്ളൂ. ഓക്കെ. കാര്യം പോർട്ടിന്റെ അധികാരികളെ നമുക്ക് ഈ തരത്തിൽ കുറ്റം പറയാനാകുന്നില്ല. കാര്യം അവർക്ക് വേണ്ടത് സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികളാണ് അധികമായിട്ട് വേണ്ടത്. വൈദഗ്ധ്യമുള്ള തൊഴിലാളികളാണ് ആവശ്യമുള്ളത്. അപ്പൊ ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളുകൾ കുറവാണ് ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട്. കാര്യം ഇത് ഒരു പുതിയ അവസരങ്ങളാണ്. അപ്പോൾ ഈ മത്സ്യബന്ധനവും അനുബന്ധ ചെറിയ തൊഴിലുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കെല്ലാം പെട്ടെന്ന് പോർട്ടുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ വന്നപ്പോൾ അതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റുന്നില്ല, അതിനകത്ത് കടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോഴും വിളിക്കുമ്പോഴും അവർ 3 വർഷത്തെ പരിചയം, തൊഴിൽ പരിചയം, 5 വർഷത്തെ തൊഴിൽ പരിചയം. കാര്യം അതിൻ്റെ നടത്തിപ്പുകാർക്ക് അതൊക്കെ ആവശ്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ മത്സ്യമേഖലയിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ വൈദഗ്ധ്യം ലഭിച്ചവർ കുറവാണ്. വളരെ കുറച്ച് പേര് മാത്രമാണ് വിദേശ രാജ്യങ്ങളിൽ പോയി ഇത്തരം പോർട്ടുകളിൽ പണി ചെയ്ത് അങ്ങനെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ അൺസ്കിൽഡ് ലേബേഴ്സിൻ്റെ ചെറിയ ഒഴിവുകളുണ്ട്. അത് പ്രാദേശികമായ ചില ആളുകൾ എടുക്കുന്നുണ്ട്. അവഗണിക്കപ്പെടുന്നു എന്നൊരു വാദവും ഇതിനകത്ത് ഉയർന്നു വരികയാണ്. അതിനകത്ത് ചെറിയ സ്കിൽസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഗാർഡനിങ് ഉണ്ടല്ലോ, ഗാർഡനിങ്, അതുപോലെ കൊച്ചു വർക്കുകൾ. ഈ കപ്പൽ വരുമ്പോൾ അടുപ്പിക്കാൻ നമ്മുടെ ആൾക്കാരെ കപ്പൽ വന്ന് അടുപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ഭാഗത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികളായ കുട്ടികൾ അവർ പ്രത്യേക ട്രെയിനിങ് കൊടുത്ത് ആ കുട്ടികളാണ് ബെർത്തുമായി കപ്പൽ അടുപ്പിക്കാൻ ചില സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ വിഴിഞ്ഞത്തുള്ള മത്സ്യത്തൊഴിലാളികളായ കുട്ടികളാണ്. ഞാൻ ചോദിക്കുന്നു, ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്യാൻ മറന്നുപോയതായിരിക്കാം, ഇനിയെങ്കിലും വരുന്ന തലമുറയെ പഠിപ്പിച്ചെടുക്കാൻ ഇവിടെയുള്ള നേതൃത്വം ശ്രമിക്കണം എന്ന് ഞാൻ പറയുന്നതിനോട് എന്ത് യോജിക്കും? വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യമാണ്. കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്നും അറിവുകളിൽ നിന്നും ഈ മത്സ്യമേഖലയിലോട്ട് പുതിയ തലമുറ ആകർഷിക്കപ്പെടുന്നില്ല. പ്രത്യേകിച്ചും തെക്കൻ തിരുവിതാംകൂറിലെ കുട്ടികൾ ആകർഷിക്കപ്പെടുന്നില്ല. എൻ്റെ നാട്ടിലെ വിഴിഞ്ഞത്ത് അങ്ങനെ തന്നെയാണ്. ഒരു 10-15 കൊല്ലം കൂടെ ഈ ഞങ്ങളുടെ ഭാഗത്തുള്ള കുട്ടികൾ ആളുകൾ കടലിൽ പോകും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കാര്യം പുതിയ തലമുറ വിദ്യാഭ്യാസപരമായി മുന്നേറിപ്പോൾ അവർക്ക് കടലിൽ പോകാൻ തോന്നുന്നില്ല. പലർക്കും ഇപ്പം നീന്തൽ പോലും അറിയുന്നില്ല. ഞങ്ങൾ കൊച്ചുനാളിലൊക്കെ രാവിലെയൊക്കെ ആകുമ്പോൾ 10-100 കുട്ടികൾ കടലിൽ നീന്തി പഠിക്കും. അങ്ങനെ ഒരു കാഴ്ച ഈ കടപ്പുറത്ത് കാണാനില്ല. അപ്പം തൊഴിൽ സാധ്യതയെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. തൊഴിൽ സാധ്യതകളെ പരിചയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ നേതാക്കൾ അല്ലെങ്കിൽ അധികാരികൾ എന്ന് പറയുന്നവർ ഇവരെ അത്തരം മേഖലയിൽ ഡൈവേർട്ട് ചെയ്ത് വിടുകയും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്താൽ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടും. കാര്യം അവർ ആകെ പറയുന്നത് മത്സ്യബന്ധനം മാത്രമായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ മത്സ്യബന്ധനം തലമുറയായി അവർ കൈ കിട്ടിയ പാരമ്പര്യമായ തൊഴിൽ.
പക്ഷെ നമ്മുടെ മുറ്റത്ത് ഇത്തരം ഒരു സാധ്യത വന്നപ്പോൾ നമുക്കതിനകത്ത് കടന്നു പോകാൻ പറ്റുന്നില്ല. അത് നമ്മുടെ കുറവുകളല്ലേ, വലിയ കുറവ് കുറവുകൾ. തന്നെയാണ്. ഇനി ആ കുറവ് മാത്രം പറഞ്ഞിരുന്നാൽ നമുക്ക് മുന്നേറാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കട്ടെ, ഇന്നും നമുക്ക് സത്യം പറഞ്ഞാൽ ഈ കടലിനകത്തുള്ള സാധ്യതകൾ, സത്യം പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് കടൽ, അതിന്റെ സാധ്യതകൾ നമ്മുടെ കുട്ടികൾക്ക് അറിയുന്നില്ലെന്നുള്ള വലിയ അജ്ഞതയല്ലേ? തീർച്ചയായും അജ്ഞത തന്നെയാണ്. കാരണം ലോകം വിശാലമാണ്, അതിനനുസരിച്ച് നമ്മുടെ ആളുകളെ അത് പരിചയപ്പെടുത്താനുള്ള സംവിധാനങ്ങളുടെ കുറവ് ധാരാളമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയുള്ളത് ഓഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകളാണ് അല്ലേ? അതിനോട് ഡൈവേർട്ട് ചെയ്യാൻ അധികാരികൾ ശ്രമിക്കണം, അതുപോലെ മേലധ്യക്ഷന്മാർ ശ്രമിക്കണ്ടേ? തീർച്ചയായും അതുപോലെ അവരും ശ്രമിക്കണം, മാതാപിതാക്കൾ ശ്രമിക്കണം. കാര്യം ഇപ്പോൾ ഈ ഓഷനോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ചില സ്ഥാപനങ്ങൾ കൊച്ചി ഭാഗത്തൊക്കെ ഉണ്ട്, അതിന്റെ ഗുണം ആ ഭാഗത്തൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തീർച്ചയായിട്ടും ഇവിടെയാണ് തലസ്ഥാനത്താണ്. ഇനിയിപ്പോ ഇന്ത്യയുടെ പോർട്ട് ഹബ്ബ് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് അല്ലെങ്കിൽ വിഴിഞ്ഞമാണ്. അപ്പൊ ഈ പരിസര പ്രദേശങ്ങളിൽ ഇത്തരം തൊഴിൽ സ്ഥാപനങ്ങൾ, പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഉയർന്നത് അനിവാര്യമാണ്. പക്ഷേ ചിലതൊക്കെ പറയുന്നുണ്ട്, അതുപോലെ കാണുന്നില്ല. പക്ഷെ ഇനിയുള്ള കാലത്തിൽ അടിയന്തര പ്രാധാന്യം നൽകി തിരുവനന്തപുരത്തിന് വ്യാപകമായി ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നതിന് വേണ്ടി ജനപ്രതിനിധികളും മലമേധന്മാരും ശ്രമിച്ച് അടിയന്തരമായി തന്നെ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടിയിരിക്കുകയാണ്. ഈ പോർട്ടിന്റെ ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇപ്പൊ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഈ കപ്പൽ വരുമ്പം ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഈ വള്ളങ്ങളുടെ ബുദ്ധിമുട്ട്, വള്ളങ്ങളെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ പോകണ്ട എന്ന് പറയുന്നൊരു ഇതിലോട്ട് വന്നിരിക്കുന്നു. അത് സ്വാഭാവികമായി ഉണ്ടാകണമല്ലോ. സ്വാഭാവികം ഉണ്ടാകണമല്ലോ. കാര്യം നേരെ പോറ്റ് വരുമ്പോഴും ഇത്തരം തടസ്സങ്ങൾ ചില ആശങ്കകളുടെ രൂപത്തിൽ ഉയർത്തിയിരുന്നു. അത് അസ്ഥാനത്തല്ല, അത് ശരി തന്നെയാണ്. അപ്പോ വന്ന സ്ഥിതിക്ക് അത് കൂട്ടായ ചർച്ചകളിലൂടെ ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റും. കാര്യം ഇത്ര ഇല്ലാലെന്ന് പറഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് തൊഴിൽ ഇവിടെ നിൽക്കുമല്ലോ. അപ്പൊ ആ തരം തൊഴിലാളികൾക്ക് സ്വസ്ഥമായ രീതിയിൽ തൊഴിൽ ചെയ്യാനുള്ള ഒരു പൗരന്റെ അവകാശം എന്ന നിലയിൽ അവരും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായതുകൊണ്ട്, അതെ, അവര് തൊഴിലാളികളായതുകൊണ്ട് അവരുടെ തൊഴിലെടുക്കാനുള്ള ജീവിക്കാനുള്ള അവകാശത്തെയും സംരക്ഷിക്കണം. ഇങ്ങനെ കപ്പൽ വരുന്നത് മൂലം അവർ തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകാതെ അവർക്ക് അവരുടെ തൊഴിലും കപ്പലിന്റെ ജോലിയും ചെയ്യാനുള്ള ഒരു വ്യവസ്ഥാപിത മാർഗങ്ങൾ കൂട്ടായി ആലോചിച്ച് പരസ്പരം തല്ലി തീർക്കുകയോ അവരെ പോലീസ് വെച്ച് ഒതുക്കുകയോ ചെയ്യുന്ന പ്രവണതയോടൊന്നും നമുക്ക് വ്യക്തിപരമായി യോജിക്കാൻ പറ്റില്ല, അത് അനുവദിക്കാനും പറ്റില്ല. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി എന്നാ, എങ്ങനെയാണ് ഈ ഹോസ്റ്റൽ ഏരിയയിൽ എല്ലാ പാർട്ടിക്കാരെയും ഒരേ തട്ടിൽ നിർത്തിക്കൊണ്ട് അങ്ങ് ഈ യാത്ര തുടങ്ങുന്നു? അതിന്റെ രഹസ്യം എന്തായിരിക്കും? ഇതെനിക്ക് വാസ്തവം പറയാമെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തുള്ള എല്ലാ പ്രസ്ഥാനങ്ങളോടും വളരെ സ്നേഹവും ബഹുമാനമാണ്. സംഗതി ഈ പ്രസ്ഥാനങ്ങളെല്ലാം വരുന്ന കാലത്ത് ജനങ്ങളുടെ സമൂഹത്തിന് നന്മയ്ക്കാണ്. അവരാരും ഈ രാജ്യത്ത് ഇല്ലാതാക്കാനോ ജനങ്ങൾ നശിപ്പിക്കാനോ ഒന്നുമില്ല. വരുന്ന കാലത്തെല്ലാം അവർ നല്ല ചിന്ത, നല്ല എന്ത് പറയാൻ വേണ്ടി പുതിയ ആശയങ്ങളും ഐഡിയകളും വേണ്ടി വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യമാകണം എന്നുള്ള ആശയത്തിൽ വന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വന്നു, സാമൂഹ്യനീതി സമത്വം എന്ന ചിന്താഗതികൾ വന്നു. അങ്ങനെ പല പ്രസ്ഥാനങ്ങൾ. അപ്പോൾ പിന്നെ കാലപ്പഴക്കം ഉണ്ടാകുമ്പോൾ അപജയങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്, ഇല്ലാതെ ഞാൻ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം പ്രസ്ഥാനങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ശക്തി. ഇന്ത്യ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളൊക്കെ തരിപ്പണായി പോയി. ഈ പ്രസ്ഥാനങ്ങൾ, പല പ്രസ്ഥാനങ്ങൾ, പല സ്വഭാവത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുകൊണ്ടാണ് ഇന്ത്യ ഇന്നും ജനാധിപത്യ രാജ്യം നിൽക്കുന്നത്. ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞല്ലേ പറ്റൂ. ഇനി വിഴിഞ്ഞത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? സ്വന്തം നാട്, ജനിച്ച മണ്ണ്. അതെ, തീർച്ചയായും വിഴിഞ്ഞം ഭൂമിയിലെ സ്വർഗം, അത്രയേ പറയാനുള്ളൂ. കാര്യം വളരെ എല്ലാ ജനത്തോടും സ്നേഹത്തോട് പെരുമാറുന്ന ഒരു ജനത, നിരവധിയായ ആളുകൾ. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് എല്ലാ നാട്ടിലും ഉള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലെടുക്കുന്ന ഒരു മേഖല വിഴിഞ്ഞമാണ്. 24 മണിക്കൂർ മത്സ്യബന്ധനവുമായിട്ട് അമ്മമാരുൾപ്പെടെ, സഹോദരിമാരുൾപ്പെടെ, പുറത്തുള്ള ആളുകൾ ഉൾപ്പെടെ വന്ന് ജീവിക്കുന്ന ഈ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഏക പ്രദേശം വിഴിഞ്ഞമായിരിക്കുന്ന അതിൻ്റെ ഒരു അറിവ്. പിന്നെ ഞാൻ ചോദിക്കുന്നതാണ്, തോന്നരുത്, നിയമങ്ങൾ ഇവിടെ വച്ചിരിക്കുന്നത്, ഇവരെ എന്താ പറയുക, ഈ പല നിയമങ്ങളുണ്ട്. അതായത് നിയന്ത്രിക്കുന്നത് നമ്മുടെ പള്ളികളായിരിക്കാം. അപ്പൊ നിയമങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നത്തിൽ ഉണ്ടാകാൻ പോകാതിരിക്കാൻ വേണ്ടി ആയിട്ടായിരിക്കുമല്ലോ അല്ലെ? അതായത് അങ്ങ് എന്ത് കാണുന്നു ഇതിനകത്ത് വരുന്ന ചില പ്രത്യേകത? ഇത് ഞാനിത് പറയുമ്പോഴും ഒരു വൈകാരികമായ പ്രദേശം കൂടിയാണ് വിഴിഞ്ഞം. ഓക്കെ. മത്സ്യത്തൊഴിലാളികളാണ് അധികവും. അപ്പോൾ കടലിനെയും കടൽ ജീവികളെയും ഇനിയുള്ള കാലഘട്ടത്തിലും വേണ്ടി നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇതിനകത്തുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ആദ്യം പറയുന്നത്
പിന്നീട് ശാസ്ത്രജ്ഞർ ശരിവെക്കുന്ന പ്രവണത ലോകത്തുണ്ട്. അവരാദ്യം പറയും, പഠിക്കാത്ത ശാസ്ത്രജ്ഞന്മാർ അവർ പറയും, മത്സ്യത്തൊഴിലാളി ആദ്യം പറയും ഇന്ന മാസങ്ങളിൽ ഇന്ന മീന് വരും, പിന്നെ ഇന്ന മാസം ഇന്ന കാറ്റ് വരും. അതാണ് അവർ തിയറി പഠിക്കാത്തവരാ, അനുഭവങ്ങളാണ് അവർ തിയറി. മറ്റത് എഴുതി വെച്ച പുസ്തകങ്ങൾ വായിക്കുന്നത്. ഇപ്പം അവർ എഴുതി വെച്ച പുസ്തകങ്ങളെല്ലാം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മത്സ്യത്തൊഴിലാളിയുടെ അറിവുകൾക്ക് ഒരു മാറ്റം ഒന്നുമില്ല, കാര്യം കല്ലുപോലെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ മത്സ്യത്തെ സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ച ചില വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. എൻ്റെ അറിവ് ശരിയായ ഒരു 60% ശരിയാകത്തുണ്ട്. പക്ഷെ അത് ചില പ്രദേശങ്ങളിലെ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ വേറെ എവിടെയായാലും ഏത് നാടായാലും അവരുടെ സുരക്ഷിതത്വവും അവിടെ ക്രമസമാധാനവും സംരക്ഷിക്കേണ്ടത് അവരുടെ നാട്ടുകാരുടെ ചുമതല തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മൺസൂൺ സീസൺ ആകുമ്പോൾ പല പ്രദേശത്തും സഹോദരങ്ങൾ ജീവിക്കാൻ വരുമ്പോൾ ഇവിടെ ചില ക്രമീകരണങ്ങൾ ഇല്ലെങ്കിൽ ഇതിനകത്ത് നമ്മുടെ വിവിധ സഹോദര സമുദായങ്ങളൊക്കെ വസിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ പണ്ടൊക്കെ ഉണ്ടാകും. ഇനി മേലിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അത് തന്നെയാണ്. കോഴിമുട്ട പോലുള്ള സ്ഥലമാണ് വിഴിഞ്ഞം. ആ മൺസൂൺ സമയത്ത് 24 ഗ്രാമങ്ങളിലെ ആൾക്കാരെ ഉൾക്കൊള്ളാം. ഇപ്പോ 24 സ്വഭാവം ഇപ്പൊ വരുന്നത് വലിയൊരു ഇന്റർനാഷണൽ പോർട്ട് ഇതിനകത്ത് ചേർന്ന് ഇനി എന്ത് സംഭവിക്കാൻ പോകുന്ന ദൈവത്തിന് മാത്രം അറിയാം. അങ്ങ് ഇത്രയും ദിവസം വർക്ക് ചെയ്തിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് ഇനി അങ്ങയുടെ സത്യം പറയാം, അങ്ങയുടെ ഒരു സ്വപ്നം കാണൂല എന്തെങ്കിലും? എന്തായിരിക്കും അങ്ങയുടെ സ്വപ്നം ഈ തീരത്തിന് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ ഇത് തന്നെയാണ്. ഇനി മത്സ്യ മേഖലയെ മാത്രം ആശ്രയിച്ച് നിന്നാൽ ഇവിടുത്തെ തലമുറ വളരെയേറെ പുറകോട്ട് പോകും. ബദൽ തൊഴിലുകൾ, ബദൽ സംവിധാനങ്ങൾ അവർ കണ്ടെത്തണം. അതുപോലെ തന്നെയാണ് ഒഴിവാക്കാനാത്ത ഒരു പ്രവണത കണ്ടുവരുന്നത്. മത്സ്യ മേഖലയിലെ കുട്ടികളിൽ രാഷ്ട്രീയ അവബോധം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അറിവ്. അത് ഏറെക്കുറെ ഞാൻ പഠിച്ചപ്പോൾ അവർക്ക് മിക്കവാറും വരുന്ന തീരദേശ നമ്മുടെ കോർപ്പറേറ്റ് സ്കൂളുകളിൽ നിന്നാണ് അവർ പഠിച്ചിറങ്ങുന്നത്. ആ വിദ്യാലയങ്ങളിലൊക്കെ രാഷ്ട്രീയം നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു പ്രായത്തിലെ ആ കിട്ടുന്ന രാഷ്ട്രീയമായ ബോധമാണ് നമ്മൾ വളരുമ്പോൾ നമ്മളെ കൂടെ വളർന്നത്. പക്ഷെ അവിടെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ രാഷ്ട്രീയമായി പിന്തള്ളപ്പെട്ടു വരുന്നു. അവർ രാഷ്ട്രീയമായ വിരക്തി തോന്നുന്നു. അവർ ഇലക്ഷൻ വരുമ്പോൾ സുനാമി പോലെ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ അവരിൽ നിന്ന് നേതാക്കന്മാർ ഉയരുന്നില്ല, അവർ ഉള്ളവരെ ഉയർത്തുന്നില്ല. വലിയൊരു അപകടം തന്നെയാണ്. സ്കൂൾ വിദ്യാലയത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രാഷ്ട്രീയമായ അറിവ് കിട്ടാതെ ഞാൻ സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഞങ്ങളുടെ സ്കൂളിലെ ASUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ഒരു കാലത്ത് വന്ന ആളാണ്. ഞാൻ അതിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പം നോക്കുമ്പോൾ നമ്മുടെ തീരദേശ സ്കൂളുകളിൽ രാഷ്ട്രീയമില്ല. പക്ഷെ ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. അതാണ് ഏറ്റവും വലിയ വിറ്റല്ലേ? തീർച്ചയായും മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആവശ്യം നടത്തിയെടുക്കണമെങ്കിൽ തന്നെ മാസങ്ങളുടെ വർഷങ്ങളുടെ ശ്രമം വേണ്ടിയിരിക്കുന്നു. പക്ഷെ വേറൊരു തൊഴിലാളിക്ക് അത് വല്ലായിട്ട് ഉണ്ടാകുന്നില്ല. അവർക്ക് വേണ്ടി കൊടിയെടുത്ത് ചാടാൻ വേണ്ടി എല്ലാം ചാടി നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ സംഘടന ശേഷി അല്ലെങ്കിൽ ആ തൊഴിൽ എന്നവരുടെ ഐക്യം, പക്ഷേ ഇതിവിടെ ഇല്ല. അപ്പോൾ വിദ്യാലയങ്ങളിൽ നിന്ന് രാഷ്ട്രീയ അവബോധം കിട്ടാത്തത് കൊണ്ട് വളർന്നു വരുന്ന തലമുറ രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കുന്നു. ഈ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കുന്നത് സമൂഹത്തിനും വ്യക്തിക്കും യോജിച്ചതില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇവിടെ നമ്മുടെ തീരദേശത്ത് ഒരുപാട് NGOs ഉണ്ട്. ഈ NGOsകൾ കാലാകാലങ്ങളായിട്ട്, പക്ഷെ ഇന്ന് വരയ്ക്കും ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങയുടെ അതിൽ അറിവുണ്ടോ? ഈ NGO തന്നെയാണ് അത്. എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ വിമോചന സമരത്തിന് ശേഷമാണ് NGOകളുടെ കടന്നുവരവ് ആരംഭിക്കുന്നത് തീരദേശങ്ങളിൽ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തൊഴിൽ സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് ദേശീയ രാജ്യങ്ങൾ അറിയപ്പെടുന്നത് വിമോചന സമരത്തിൻ്റെ അതിനുശേഷമാണ്. അത് പള്ളി കേന്ദ്രീകരിച്ചുള്ള ഒരു ബന്ധപ്പെടലൊക്കെ ആ കാലത്ത് വന്നിരുന്നത്. പിന്നായി സ്വതന്ത്ര ഏജൻസികൾ വന്ന്, സ്വതന്ത്ര സംഘടനകൾ വന്ന് NGO കണക്ട് ചെയ്തു. ഇവരൊക്കെ ആ കാലത്ത് നേരത്തെ സൂചിച്ച പോലെ ആ കാലത്ത് കുറെ നല്ല പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്തു, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ, ചൂഷണങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാനൊക്കെ. പക്ഷെ വന്നപ്പോൾ അവർ തന്നെ ചൂഷകരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ല അപകടം. അവർ എവിടെയെങ്കിലും കൂടി എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ലാതെ ഗ്രൗണ്ടിലിറങ്ങി മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അറിയാനോ ഇടപെടാനോ അവരെ സംഘടിപ്പിക്കാനോ. 80കളിലൊക്കെ ശക്തമായി നിന്ന സംഘടനയാണ് അത്ര NGOs സംഘടിപ്പിച്ചത്. ആ 80-ന് ശേഷമുള്ള മത്സ്യത്തൊഴിലാളി മേഖല ഒന്നുമില്ല. അങ്ങനെ NGOs അവരെ ഇങ്ങനെ കുറേ ഇറങ്ങി പണം വരുത്തി അവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്നതല്ലാതെ ബേസായി കിടക്കുന്ന മത്സ്യത്തൊഴിലാളി ഇറങ്ങി വന്ന് അവരെ ഉദ്ധരിക്കുന്നതിലൂടെ അന്ന് 80കളിൽ ഉദ്ധരിച്ചതുപോലെ ഇപ്പോൾ അവരെ പരിഗണിക്കാനോ ചർച്ച ചെയ്യാനോ അവരെ വിഷയങ്ങൾ ഇടപെടാനോ. അതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിൽ ഈ കാലം ഇത്ര വികസിച്ചിട്ടും ഇപ്പോഴും അപജയങ്ങൾ കണ്ടമാനം നേടുന്നത്. ഇവരെ പ്രശ്നങ്ങൾ ഇടപെടാൻ ആളില്ലാത്തതുകൊണ്ടാണ്. ചൂഷകരായി മാറുന്നു. അവർ മാറിക്കൊണ്ടിരിക്കും. അവരുടെ കാര്യങ്ങൾ മാത്രം, അവരെ കുടുംബങ്ങളുടെ കാര്യം മാത്രം, അങ്ങനെ അവരങ്ങ് പോവുകയാണ്. പക്ഷെ അവർ വയ്ക്കുന്ന പ്രോജക്റ്റ് എല്ലാം ഈ ഗ്രൗണ്ടിൽ കിടക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങളാണ്. അത് വലിയ അനീതി തന്നെയാണ്. കാര്യം അന്നിരുന്ന കുറേയേറെ നേതാക്കൾ, 40-50 കൊല്ലത്തിനുണ്ട നേതാക്കളെല്ലാം ഇന്ന് അവർ
മാളങ്ങൾ ഒളിച്ചിരിക്കും. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചില നേരങ്ങളിൽ ചില പ്രസ്താവനകളായിട്ട് വരും. അത് മാത്രമേ പക്ഷെ അവർക്കൊന്നും മത്സ്യത്തൊഴിലാളികൾ ഒരു വേരോട്ടവും ഇല്ല. അതൊരു വേദനയാണ് തീർച്ചയായും. കാര്യം ഇന്ന് അവരൊക്കെ നല്ല നിലയിൽ നിൽക്കുകയാണ് എല്ലായിടത്തും. അവരെ വ്യക്തിപരമായ നല്ല നിലയിൽ നിൽക്കുകയാണ്. പക്ഷേ ആ നില അവർ വളർത്തിവിട്ട ആ സമുദായത്തിന് വേണ്ടി അവർ ഉപയോഗിക്കാതെ മാറി നിൽക്കാൻ, ഓടി ഒളിച്ചിരിക്കുകയാണ് മാളങ്ങളിൽ. അത് വേദന തന്നെയാണ്. ചില സമരങ്ങൾ പോലും അവർ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ കരുതിയേ പറ്റൂ. അവർക്ക് മത്സ്യത്തൊഴിലാളി അറിഞ്ഞുകൂടാ. ഏതെങ്കിലും AC റൂമിൽ ഇരുന്നുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ വീരവാദങ്ങൾ അടിക്കുന്നതല്ലാതെ ജനിച്ച നാട്ടിൽ പോലും വന്ന ആളുകളെ കണ്ടെത്തി പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ മത്സ്യമേഖല എങ്ങനെ നിൽക്കണം, കുട്ടികൾ എങ്ങനെ വളർന്നു വരണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു NGO തയ്യാറാകുന്നില്ല. ഉദാഹരണം ഈ പോർട്ട് വന്നു. ഈ മത്സ്യമേഖല വേണ്ടി എത്രയോ ഏജൻസികളോടെ കിടക്കുന്നു. ആരും വന്നിട്ട് മത്സ്യത്തൊഴിലാളി മക്കളെ വിളിച്ചു കൂട്ടി ഇങ്ങനെ അത് ഒഴിവ് പഠിക്കണം, ഇങ്ങനത്തെ സഹായങ്ങൾ ഞങ്ങൾ ചെയ്തുതരാം, സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയല്ലേ ചെയ്യേണ്ടതല്ലേ? ഈ കാലഘട്ടത്തിൽ അവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവരെന്ത് ചെയ്യുന്നത്? ഇപ്പോഴും തുറമുഖ വിരുദ്ധ പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടക്കുകയാണ് പറയുന്നത്. നമുക്ക് ഇനി കുറച്ചാൽ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഇനി അതൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. കാലം മാറി നമ്മുടെ കോലം മാറാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്നും നടക്കത്തില്ല. അതിനോടൊപ്പം രാജ്യത്തോടൊപ്പം നമ്മൾ വേറൊരു കാര്യം കൂടിയേ ഞാൻ പറയുന്നത്, കടലുമായിട്ട് ബന്ധപ്പെട്ട ജോലികളിൽ കുറച്ചുകൂടി ഉറപ്പുള്ളത് കടലിന്റെ മക്കൾക്ക് തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും അതിലോട്ട് വരാൻ വേണ്ടി അങ്ങനെയുള്ള ഫീൽഡിൽ കംപ്ലീറ്റ് ഫിഷർമാന്റെ മക്കൾ എടുക്കുന്നല്ലേ നല്ലത്. ഇപ്പൊ ഈ രാജ്യത്ത് പറയുന്നതിന് ഏറ്റവും അധികം മനക്കരുത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ലോകവ്യാപകമായിട്ട് എടുക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളാണ്. അത് കേരളത്തിലായാലും ഇന്ത്യയിൽ അവർ തെളിയിച്ച് കഴിഞ്ഞതാണ്. മരണത്തെ ഭയമില്ലാത്തവരെന്നാണ് ഇവരെ കുറിച്ച് പറയുന്നത്. അതാണ് ഈ പ്രളയത്തിൽ അവർ എടുത്തുകാഴ്ചത്. കിലോമീറ്ററുകൾ അവർക്ക് ഭയമല്ല. ഒരാളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ സ്വയം ജീവൻ കൊടുത്ത് അവർ രക്ഷിച്ചിരിക്കുക. അതാണ് അവരുടെ പാരമ്പര്യം. അപ്പോൾ കനത്ത പണികൾ പട്ടാളക്കാരെ പോലെ ഏറ്റെടുക്കാൻ മറ്റൊരു സൈന്യമൊന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വെറുതെ ഒന്നുമില്ല, ആ സൈന്യം തന്നെയാണ്. അപ്പോൾ അവരെ ഉപയോഗിക്കേണ്ട മേഖലകളെല്ലാം അവരെ ഉപയോഗിക്കണം. അവർക്ക് അവരെ ആ ധൈര്യം അവർ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുന്നതാണ്. അവർ ഇനി ആ ധൈര്യം കുത്തിവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ പാരമ്പര്യമായ എന്ന് പറഞ്ഞാൽ അവരെ ഇന്ത്യൻ ആർമിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു രാജ്യത്തിന് അവരെ എത്തിക്കാൻ പറ്റില്ല. അങ്ങനെ അവസ്ഥ മനക്കെട്ടിയുള്ളവരാണ്. ആയ കാലത്ത് എടുത്തിട്ടുണ്ട് ആളുകൾ. കുളച്ചൽ യുദ്ധം, ഒരുപാട് യുദ്ധങ്ങളിലല്ലേ മത്സ്യത്തൊഴിലാളികളാണ് അന്നത്തെ അവരുടെ ടെക്നിക്കാണ് ഈ വിദേശ ശക്തിയെ പരാജയപ്പെടുത്തിയത്. അന്നത്തെ ആ മത്സ്യത്തൊഴിലാളി ആ കാലഘട്ടത്തില് ആ ടെക്നിക്കാണ് ഉപയോഗിച്ചത്. ഞാൻ പല സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പിന്നെയും അറിയുന്നത് നമ്മുടെ പൂർവികർ പറയുന്നത് ഈ 8 വീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡവർമ്മയെ വെട്ടിക്കൊണ്ട് ഓടിപ്പം തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ജാതിമത ഭേദമന്യേ മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തിലാണ് മഹാരാജാവിനെ ഓരോ സ്ഥലത്തും സംരക്ഷിച്ച് അദ്ദേഹത്തിന് അടുത്ത് എത്തിച്ചത്. അന്ന് ആ കാലത്ത് പോലും അത്രയും ധീരത കാണിച്ചവരാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. പക്ഷെ ചരിത്രം എഴുതിയവരോ ചരിത്രം പഠിപ്പിക്കുന്നവരോ എന്തോ കാരണങ്ങൾ കൊണ്ട് ഈ മേഖലയെ എഴുതള്ളിയതുപോലെ ഇരിക്കണം. ഞാൻ ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിച്ചു നോക്കാം. ഈ പോർട്ട് അടിഭാഗം ക്ലീൻ ചെയ്യുമ്പോഴും പണ്ടത്തെ കപ്പലുകളുടെ വലിയ വലിയ തടികൾ കിട്ടിയെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു 200-300 വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിലെ കപ്പലെടുത്തിരുന്നത് വിഴിഞ്ഞത്ത് തന്നെയായിരുന്നു. തീർച്ചയായും അല്ലേ? മറ്റതൊക്കെ വളച്ചൊടിച്ചതാണെന്ന് പറയുന്നത് അല്ലേ? ആഴക്കടലായതുകൊണ്ടാണ് പറയുന്നത്. ഒരു രാജവംശം തന്നെ നിലനിന്നിരുന്ന ഒരു പ്രദേശം എന്നാണ് പറയുന്നത്, ചരിത്രം പറയുന്നത്. അവരുടെ കോട്ടയിരുന്ന ഭാഗമാണ് മേക്കോട്ട എന്നറിയപ്പെടുന്നത്. ആ കോട്ടപ്പുറം പള്ളി കാണുന്നതിൻ്റെ ഭാഗത്തുള്ളതാണ് മേക്കോട്ട. അവിടെ കുതിരകളുടെ കുതിരാലയ, കുതിരപ്പന്തി, ആനക്കുഴി, ഇങ്ങനെ രാജകീയമായ അടയാളങ്ങൾ പേരുകളുടെ രൂപത്തിൽ ഇന്നുമുള്ള രാജ്യത്തെ ഏക സ്ഥലം വിഴിഞ്ഞം മാത്രമാണ്. പക്ഷേ ഇത് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അപൂർവമായി എവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കോപ്റ്റ് ചെയ്യാനോ അത് പുതിയ തലമുറ കൈമാറാനോ അറിയില്ല. അന്നത്തെ രാജകീയ പാരമ്പര്യം തന്നെയാണ് ഇന്ന് വേറൊരു രൂപത്തിൽ കഴിച്ചു വന്നിരിക്കുന്നത്. അതൊരു തെളിവാണ് അല്ലേ? അജിത് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇത് ഡ്രഡ്ജ് ചെയ്യുന്നതിന്റെ ഭാഗത്ത് വളരെ വളരെ വലിയ തടിക്കഷ്ണങ്ങളാണ് തീ പിടിപ്പിച്ചതാണ്. ചോള ചേര രാജാക്കന്മാരുടെ യുദ്ധത്ത് ആയുരാജവംശത്തെ ആ കാലത്തൊക്കെ ഇവിടെ തോണികളാണല്ലോ, കപ്പലിലെ തോണികളാണ്. അങ്ങനെ വന്ന് എതിർ ടീം വന്നുകൊണ്ട് അന്നിരുന്ന ആ രാജ്യത്തെ സംവിധാനത്തെ മൊത്തം കടലിട്ട് കത്തിച്ചളഞ്ഞാണ്. ആ തടികളാണ് കത്തി മണ്ണിലടിയിൽ പോയി. പിന്നെ കാലാന്തരത്തിൽ മണ്ണിൽ വീണ്ടും അടിയിൽ പോയി. ഡ്രഡ്ജ് ചെയ്തപ്പോൾ ചോദിച്ചു ഇത്ര ഉള്ള കട്ടിയുള്ള മര ഉരുപ്പടികളാണ് കറുത്ത ഉരുപ്പടികൾ അല്ല. അതുപോലെ ഇപ്പോഴും ഇവിടെ വരുന്ന ഈ അടുപ്പിക്കുന്ന ബോട്ടുകൾ കയറിപ്പോകുന്നത് ഈ പൂന്തറയുടെ ആ സൈഡ് കൂടി കയറി ഇത് ഇടാൻ സ്ഥലങ്ങളുണ്ട്. കോവളത്തിന്റെ സൈഡ് മൊത്തവും ഈ കപ്പലുകൾ ഇടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു അന്നത്തെ ഈ കാറ്റിൽ വരുന്ന മാരികൾ അല്ലേ? അതിന്റെ അടുത്തൊരു ഘട്ടം എന്ന നിലയിലാണ് സർ CP യുടെ കാലത്ത് വിഴിഞ്ഞവും വെള്ളയാണിക്കായലും ബന്ധിച്ചുകൊണ്ട് മറ്റൊരു തുറമുഖത്തെക്കുറിച്ച് ആ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടു. അത് രേഖകളിലൊക്കെ ഉള്ളതാണ്. ഈ വിഴിഞ്ഞം കടൽ തീരവും വെള്ളയാണിക്കായലും ബന്ധിച്ചുകൊണ്ട് മറ്റൊരു ഓപ്പറേഷനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്.
ഒരു പോർട്ടിനെ കുറിച്ച് അന്ന് ചർച്ച ചെയ്തിരുന്നു. വെള്ളയാണി കായലുമായി ബന്ധപ്പെടുത്തി വിഴിഞ്ഞം കടലും അങ്ങനത്തെ ഒരു പദ്ധതിനകത്ത് കിടന്നിരുന്നു. ഇതൊക്കെ സത്യങ്ങളല്ലേ? അത് സത്യങ്ങളാണ്. ഇങ്ങനെ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഒരുപാട് കഥകൾ കേൾക്കാറില്ലേ? പഴയ ഒരുപാട് കഥകൾ അങ്ങനെ കേൾക്കാറില്ല. പക്ഷേ ഇത് നമ്മളെ അറിഞ്ഞത് കുറച്ച് മാത്രമാണ്, അറിയാനുള്ളത് ബഹുദൂരമാണ്. ബഹുദൂരമാണ്. അപ്പൊ അറിവുകളും തേടിയുള്ള ഒരു യാത്രയുണ്ടല്ലോ. തീർച്ചയായും. നമ്മളെ മക്കളെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ കുടുംബങ്ങളെ ഞങ്ങളെ വീട്ടിനകത്ത് 5 പേരുണ്ട്. 3 മക്കള്, വൈഫ്, ഞാൻ. ഇതാണ് അരുൾദാസ് ബ്രോ. കേട്ടല്ലോ, സത്യം മാത്രമേ പറയൂ, അല്ലാതൊന്നും സംസാരിക്കില്ല. എന്താണ് കൂടുതൽ പറയാനുള്ളത്? ഇതേപോലുള്ള നല്ല മനുഷ്യർ ഇന്നും തീരത്ത് ജീവിച്ചിരിപ്പുണ്ട്. തീരത്തിൻ്റെ സ്പന്ദനം അറിയുന്ന, തീരത്തിൻ്റെ മനസ്സറിയുന്ന ഒരുപാട് കള്ളന്മാരെ, ഒരുപാട് കള്ളക്കഥകൾ കേട്ട് ഇന്നും തീരത്തിൻ്റെ മക്കളോടൊപ്പം തീരത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോഴും യാത്ര തുടരുകയാണ്. CIG-യുടെ എന്താണ്? AITC-യുടെ മറ്റേ മത്സ്യത്തൊഴിലാളി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. മത്സ്യത്തൊഴിലാളിയുടെ വിഷയങ്ങൾ ഇങ്ങനെ അല്ലേ, ഏത് വേദി പോയാലും അത് നമ്മളെ മരണം വരെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടെ എന്ത് നമുക്ക് നടക്കുന്നു എന്ന് നമുക്ക് വിഷയമല്ല. അന്ന് വിഷയമല്ല, ഇന്നും വിഷയമല്ല. ഞാൻ 80-ലുള്ള മത്സ്യത്തൊഴിലാളി സ്വതന്ത്ര പ്രസ്ഥാനത്തിന്റെ സമരത്തെ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ അതിൽ പങ്കെടുത്ത ആളാണ്. കൺട്രോൾമെന്റ് സ്റ്റേഷനിലേക്ക് കിടന്ന ആളാണ്. ആ കാലത്ത് ഞാൻ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സ്കൂളിൽ നിന്ന് വിളിച്ചോടി പോയി കൂട്ടുകാരെ പോയി സമരം. അന്ന് കിട്ടിയ ഒരു ആവേശം ഈ പ്രായത്തിലും തുടരുന്നു. അത്രമാത്രം ഇനിയും തുടരും. കേട്ടല്ലോ, ഇതാണ് സത്യം പറയാലോ. പറയാൻ വാക്കുകളല്ല. നമസ്കാരം, എല്ലാവർക്കും ഒരു വന്ദനം.